ഷാനവാസും ശൈത്യയും അനുകൂലം കൂടെ തുറന്നു വിട്ടൊരു ഭൂതമാണ്. അപ്പാനിയും ആർ ജെ ബിൻസിയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഇല്ലേ, അവർ തമ്മിൽ ഓവർ അറ്റാച്ച്മെൻറ്റാണ്. പക്ഷേ ഇവർ വിചാരിച്ചിട്ടില്ല, ഇവർ ജയിക്കാൻ വേണ്ടി കളിച്ച ഒരു കളി പുറത്ത് ഇവർക്ക് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഇവർ പറഞ്ഞത് ഓവർ അറ്റാച്ച്മെൻറ്റാണ്, കയ്യിൽ പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറയുന്നവരാരും ഇതൊന്നും ചെയ്യാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. ഈ ശൈത്യയൊക്കെ സാബുമോനെ കണ്ടപ്പോൾ തൊട്ടേ ശൈത്യക്ക് എന്തൊക്കെയോ ഫീലിങ്സ് കാണിക്കുന്നുണ്ട് ശൈത്യ. കാരണം സാബുമോനെ കണ്ട 3 സെക്കൻഡ് 4 സെക്കൻഡ് കണ്ട കൂടുതൽ കൊടുത്തതിന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്തൊക്കെയായിരുന്നു ശൈത്യ പറഞ്ഞു കൂട്ടിയത്. കാരണം നീ മിടുക്കനായതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. അതുപോലെ തന്നെ അനുമോൾ അവിടെയുള്ള എല്ലാവർക്കും ഉമ്മ കൊടുത്തിട്ടുണ്ട്, എല്ലാവരോടും ഓവർ അറ്റാച്ച്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഒനീൽ സാബുവിനോടും അഭിലാഷിനോടും. ഇതൊക്കെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് ഇവർ ഈ ആർ ജെ ബിൻസിയുടെയും അപ്പാനി ശരത്തിൻ്റെയും കാര്യങ്ങൾ മാത്രം ഈ ഫോക്കസ് ചെയ്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു? അതുകൂടാണ്ട് ഈ ഷാനവാസ് മക്കൾ സ്നേഹം, ആദിലാനൂറയോട് മക്കൾ സ്നേഹം കാണിക്കുന്നു. അതും അവർക്ക് കുഴപ്പമില്ല. ആദിലാനൂറനെ ഹഗ് ചെയ്യുന്നതും അവരെ താലോലിക്കുന്നതൊന്നും വേറൊരു കുഴപ്പമില്ല. ഈ ഷാനവാസ് പറയുന്നുണ്ട് അപ്പാനിയോട്, എൻ്റെ തെളിവുണ്ട്, നിന്നെ തകർക്കാനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം പുറത്തിറങ്ങിയിട്ട് അവർക്ക് കുറേ സൈബറായിട്ടുള്ള അറ്റാക്കുകൾ വരുന്നുണ്ട്. കാരണം അവർ തമ്മിലുള്ള ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു വീഡിയോയോ ഒരു ഓഡിയോയോ ഒന്നും പുറത്തു വന്നിട്ടില്ല. ഒരു 100 ദിവസം ഒരു വീട്ടിനുള്ളിൽ കഴിയുന്ന ചിലവരോട് ചില സ്നേഹങ്ങൾ തോന്നും. അത് പലതരത്തിലുള്ള സ്നേഹമായിരിക്കും. അത് പുറത്തോട്ടൊരു ബോംബ് കണക്ക് വിട്ട് അവരുടെ കുടുംബജീവിതം തകർക്കുന്ന രീതിയിലേക്കുള്ള അത് മാനിപ്പുലേറ്റ് ആക്കി അത് വെളിയിറങ്ങി കുറേ യൂട്യൂബർമാരുണ്ട് അത് വേറെ ഇതിൽ പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. ഇപ്പോഴും ഒരു വീഡിയോ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട്, ആർ ജെ ബിസിയുടെ വയറിലും കണ്ട് അപ്പാനി തൊടുന്നതായിട്ട്. എനിക്ക് തോന്നിയിട്ട് വലിയ ഒരു കുഴപ്പവും തോന്നില്ല എനിക്കിനകത്ത്.